ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ റിലേറ്റീവ് ഡിപ്രിവേഷൻ, ആപേക്ഷിക വഞ്ചിതാബോധം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ സന്തോഷം നഷ്ടപ്പെടുന്ന മനഃശാസ്ത്രം. റിലേറ്റീവ് ഡിപ്രിവേഷൻ, ആപേക്ഷിക വഞ്ചിതാബോധം നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കുന്ന അദൃശ്യ ശത്രു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ശരിയായിരിക്കുമ്പോഴും ചില നിമിഷങ്ങളിലെ മനസ്സ് അപ്രതീക്ഷിതമായി തളരാറുണ്ടോ? നല്ല ജോലി, സ്നേഹമുള്ള കുടുംബം, ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും മറ്റൊരാളുടെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് ഒന്നും ഇല്ല എന്ന തോന്നൽ വന്നിട്ടുണ്ടോ? ഒരു സുഹൃത്ത് പുതിയ വീട് വാങ്ങി, മറ്റൊരാൾ വിദേശയാത്ര പോയി, ആരെങ്കിലും വലിയൊരു സ്ഥാനക്കയറ്റം നേടി, അപ്പോഴേക്കും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ സന്തോഷമായിരുന്ന നമ്മുടെ മനസ്സ് വിഷാദത്തിലേക്ക് വഴുതി പോകുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മനഃശാസ്ത്രത്തിൽ ഇതിനെ റിലേറ്റീവ് ഡിപ്രിവേഷൻ അഥവാ ആപേക്ഷിക വഞ്ചിതാബോധം എന്നാണ് വിളിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഈ മനഃശാസ്ത്ര സത്യത്തെ മനസ്സിലാക്കാം. അതിൽ നിന്ന് എങ്ങനെ മോചിതരാകാമെന്നും യഥാർത്ഥ സന്തോഷം എങ്ങനെ കണ്ടെത്താമെന്നും നമുക്ക് പഠിക്കാം. എന്താണ് റിലേറ്റീവ് ഡിപ്രിവേഷൻ? റിലേറ്റീവ് ഡിപ്രിവേഷൻ എന്നത് യഥാർത്ഥത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ തനിക്കുള്ളത് മതിയാകുന്നില്ല എന്ന തോന്നലാണത്. ഒരു ഉദാഹരണം നോക്കാം. രണ്ടാളുകൾ ഒരേ നഗരത്തിൽ താമസിക്കുന്നു. ഒരാൾ സാധാരണ ജീവിതം നയിക്കുന്നു, കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു. മറ്റേയാൾ സാമ്പത്തികമായി കൂടുതൽ മുന്നിലാണ്. എന്നാൽ അദ്ദേഹം എപ്പോഴും കോടീശ്വരന്മാരുമായി തന്നെ താരതമ്യം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ കൂടുതൽ സന്തോഷമുള്ളത് ആരായിരിക്കും? പലപ്പോഴും ആദ്യത്തെ വ്യക്തിയായിരിക്കും. കാരണം സന്തോഷം നമ്മുടെ കൈവശമുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ആരുമായി നമ്മളെ താരതമ്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. താരതമ്യത്തിൻ്റെ കുടുക്ക് കുട്ടിക്കാലം മുതൽ നമ്മളെ താരതമ്യം ചെയ്യാൻ പഠിപ്പിക്കുന്നു. ആർക്കാണ് കൂടുതൽ മാർക്ക്? ആരാണ് ആദ്യം ജോലി നേടിയത്? ആരുടേതാണ് വലിയ വീട്? ആരാണ് കൂടുതൽ സമ്പാദിക്കുന്നത്? ഇന്ന് സോഷ്യൽ മീഡിയ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നു. മറ്റുള്ളവരുടെ വിജയങ്ങളും ആഘോഷങ്ങളും യാത്രകളും ആഡംബര ജീവിതവും മാത്രമാണ് നമ്മൾ കൂടുതലായി കാണുന്നത്. പക്ഷേ അവരുടെ പരാജയങ്ങളും കടങ്ങളും കണ്ണീരും ഉറക്കമില്ലാത്ത രാത്രികളും നമ്മൾ കാണുന്നില്ല. അങ്ങനെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളുമായി നമ്മുടെ സാധാരണ ജീവിതത്തെ താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു. അവിടെയാണ് അസന്തോഷം ജനിക്കുന്നത്. താരതമ്യം എങ്ങനെ നമ്മെ തകർക്കുന്നു? താരതമ്യം ആദ്യം കവർന്നെടുക്കുന്നത് ആത്മവിശ്വാസമാണ്. പിന്നീട് അത് സമാധാനം നഷ്ടപ്പെടുത്തും. അതിനുശേഷം നന്ദിയുള്ള മനസ്സിനെ ഇല്ലാതാക്കും.
അവസാനം നമ്മൾ നേടിയ നേട്ടങ്ങൾ പോലും വിലയില്ലാത്തതുപോലെ തോന്നി തുടങ്ങും. ഓർക്കുക, ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മറ്റൊരാളുടെ സ്വപ്നമായിരിക്കാം. ഓരോ മനുഷ്യനും മറ്റൊരാളുടെ പ്രചോദനമാണ്. ഓരോരുത്തരുടെയും ജീവിതയാത്ര വ്യത്യസ്തമാണ്. ജീവിതം ഒരു ഓട്ട മത്സരമല്ല. എല്ലാവരും ഒരേ സ്ഥാനത്ത് നിന്നല്ല ആരംഭിക്കുന്നത്. ചിലർക്ക് അവസരങ്ങൾ നേരത്തെ ലഭിക്കും, ചിലർക്ക് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷമാണ് അവസരങ്ങൾ ലഭിക്കുന്നത്. മുളച്ചെടിയെ ഓർക്കും, വർഷങ്ങളോളം വലിയ മാറ്റമൊന്നും കാണില്ല, പക്ഷേ വേരുകൾ ശക്തമായപ്പോൾ അതിവേഗത്തിൽ വളരും. മനുഷ്യ ജീവിതവും അതുപോലെയാണ്. നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങളുടെ വളർച്ചയും ഉണ്ടാവും. അതിനാൽ മറ്റുള്ളവരുടെ ഘടികാരം നോക്കി നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തരുത്. നന്ദിയുള്ള മനസ്സ് ഏറ്റവും വലിയ ഔഷധം. റിലേറ്റീവ് ഡിപ്രിവേഷനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധം നന്ദിയാണ്. അവർക്കുള്ളത് എനിക്കില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഒരു കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നതിൽ എത്ര കാര്യങ്ങളാണ് ഇന്ന് എനിക്കുള്ളത് എന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകാം, നിങ്ങളുടെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാകാം, നിങ്ങളെ സ്നേഹിക്കുന്ന കുടുംബമുണ്ടാകാം, സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന രാത്രികളുണ്ടാകാം. ഇവയെല്ലാം പണത്തേക്കാൾ വിലമതിക്കാനാകാത്ത സമ്പത്തുകളാണ്. ഇന്നത്തെ നിങ്ങളുമായി മാത്രം മത്സരിക്കുക. ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ മത്സരം ഇന്നലത്തെ നിങ്ങളുമായുള്ള മത്സരമാണ്. ഇന്ന് ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് അധികം വായിക്കുക, ഒരു പുതിയ കഴിവ് പഠിക്കുക, ഒരു നല്ല ശീലം തുടങ്ങുക, പ്രതിദിനം 1% മെച്ചപ്പെടുക. ചെറിയ മാറ്റങ്ങൾ ചേർന്നാണ് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത്. അസൂയയെ പ്രചോദനമാക്കുക. ആരെങ്കിലും വിജയിച്ചാൽ എന്തുകൊണ്ട് അവർക്കാണ് എന്ന് ചോദിക്കരുത്. പകരം അവരിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുക. വിജയിച്ചവർ നിങ്ങളുടെ ശത്രുക്കളല്ല, അവർ നിങ്ങളുടെ അധ്യാപകരാകാം. അവരുടെ ജീവിതം ഒരു തെളിവാണ് വിജയിക്കാൻ കഴിയുമെന്ന്. യഥാർത്ഥ സമ്പത്ത് എന്താണ്? പണം പ്രധാനമാണ്, വിജയം പ്രധാനമാണ്, പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് മനസ്സിൻ്റെ സമ്പത്ത്. സമാധാനം, നല്ല ആരോഗ്യം, സ്നേഹമുള്ള ബന്ധങ്ങൾ, നല്ല സ്വഭാവം, ജ്ഞാനം, കരുണ, ഇവയൊന്നും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താൽ ലഭിക്കുന്നതല്ല. ഇവ ഉള്ളവനാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ. അതുകൊണ്ട് ഓർക്കുക, റിലേറ്റീവ് ഡിപ്രിവേഷൻ എന്നത് യഥാർത്ഥ ദാരിദ്ര്യമല്ല. മറ്റൊരാൾക്ക് കൂടുതലുണ്ടെന്ന കാരണങ്ങൾ തനിക്കുള്ളത് മതിയാകുന്നില്ല എന്ന് തോന്നുന്ന മനസ്സിൻ്റെ ഒരു മിഥ്യാധാരണയാണ്. നിങ്ങളുടെ യാത്രയെ സ്നേഹിക്കുക, നിങ്ങളുടെ വളർച്ചയെ ആഘോഷിക്കുക, നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, പ്രതിദിനം അല്പം മെച്ചപ്പെടുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഈ സന്ദേശം എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് വിഷമിക്കുന്ന ഒരാളിലേക്ക് എത്തിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.